ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നത് വളരെ സങ്കടപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാനും അവതരിപ്പിക്കുവാനാണ്. അതായത് നമ്മുടെ കൊച്ചി കടപ്പുറത്ത് കഴിഞ്ഞ ദിവസം കപ്പൽ ഉണ്ടായ അപകടം നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞതാണല്ലോ. പക്ഷേ അതിൽ ഷാജി കറിയ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കേട്ടായിരുന്നു. അതായത് വിഴിഞ്ഞത്തിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന കപ്പൽ ആരെങ്കിലും മുക്കിയതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മളെ കേരളത്തിലിപ്പം ഒരു വലിയൊരു വികസനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്തെ കടപ്പുറത്ത് തന്നെ ഇത്രയും വലിയൊരു ഹാർബർ ഉണ്ടാക്കാൻ പറ്റിയത് നമ്മുടെ സർക്കാരിൻ്റെയും ഇന്ത്യൻ സർക്കാരിൻ്റെയും ഒരു വലിയൊരു വിജയമാണ്. അതായത് 50 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിഴിഞ്ഞം കടപ്പുറം അവർ വന്ന് അതിൻ്റെ ആഴം പരിശോധിക്കുകയും ഇവിടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പണ്ട് ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടി ഉണ്ടായിരുന്നു. അത് ആർക്കും അറിയത്തില്ലായിരിക്കാം. പക്ഷേ അന്ന് അറിയാമായിരുന്നു ഇവിടെ ഒരു വലിയ സംരംഭം വരുമെന്നുള്ളത്. 50 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കപ്പൽ കപ്പലിൻ്റെ കണ്ടെയ്നറും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. വിഴിഞ്ഞത്ത് അന്നേ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ തന്നെ എന്തോരം വലിയൊരു സംഭവമായിട്ട് മാറിയാണ്. നമ്മുടെ കേരളം തന്നെ വലിയ ഒരു ഇതിലേക്ക് മാറിയാണ്. തൊഴിൽ മേഖലകളിലാകട്ടെ മറ്റുള്ള എല്ലാ മേഖലകളിലും ആകട്ടെ. അപ്പം വൻ വിജയമാണ് നമുക്ക് അന്ന് മുതലേ ചെയ്തിരുന്നുവെങ്കിൽ വരേണ്ടിയിരുന്നത്. പക്ഷേ എന്തോ നിർഭാഗ്യത കൊണ്ട് വന്നില്ല. ചിലപ്പോൾ അന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടും അന്നത്തെ രീതിയൊക്കെ വെച്ചിട്ടായിരിക്കാം ചിലപ്പം അന്നത്തെ സർക്കാർ അത് ചെയ്യാതെ പോയത്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് നമ്മുടെ സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി ചേർന്ന് ഇത് വലിയ വിജയത്തിലേക്ക് എത്തിച്ചു. അപ്പം നമ്മൾ മീഡിയകളിൽ മറ്റുള്ളവർ ഇതിനെക്കുറിച്ചുള്ള കുറ്റവും കുറവുകളും തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ടെയ്നറുകളെല്ലാം ഇപ്പം കൊല്ലം കടൽ തീരത്തും തിരുവനന്തപുരത്തും അങ്ങനെ പല തീരങ്ങളിലും ഇതെത്തിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഒരു കണ്ടെയ്നർ നിറച്ച് തടികളായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ പല ഉൽപ്പന്നങ്ങൾ കാണുമല്ലോ. ഒരു കപ്പലിലൊക്കെ ഈ ചരക്ക് കപ്പലിലൊക്കെ സാധനങ്ങൾ പലരുടെ ആയിരിക്കുമല്ലോ കയറി വരുന്നത്. അപ്പോൾ ഇത് കപ്പലിൽ ഒരു കണ്ടെയ്നർ ഒരാൾ ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടായിരിക്കും കയറി വന്നിരിക്കണം. അപ്പോൾ അതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് ചിലപ്പം നമുക്കും അറിയാൻ പറ്റത്തില്ല. ഈ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ കപ്പലിലേക്ക് സാധനങ്ങൾ ലോഡ് ചെയ്യുമ്പോൾ ഇതെന്ത് സാധനമാണെന്നുള്ളത് അവിടെ അവരറിയിക്കണം, ഇന്ന സാധനമാണെന്നുള്ളത്. അപ്പോൾ അത് അതിൻ്റെ അകത്ത് ഇവർ ഒട്ടിച്ചു വിടണം. അപ്പം ഇതിനകത്ത് തുണി ഉൽപ്പന്നങ്ങൾ വരെ ഉണ്ടല്ലോ, തേയില, അങ്ങനെ പലതുണ്ട്. അപ്പോൾ ഈ കടലിൻ്റെ സൈഡിൽ താമസിക്കുന്നവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ സാധനം വരുന്നത് പെട്ടെന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരമ്മച്ചി അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അതായത് തടി കഷ്ണങ്ങളെല്ലാം വന്നപ്പോൾ അവർ പറക്കി വെച്ചിട്ട് പോലീസുകാർ വന്ന് അവർക്കൊന്നും കൊടുക്കാതെ എടുത്തുകൊണ്ട് വരുന്നു. അപ്പം നമുക്കൊരു അപകടം നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവരുടെ കൂടെ വേണം നിൽക്കാൻ. അല്ലാണ്ട് നമ്മുടെ ലാഭങ്ങളല്ല നോക്കേണ്ടത്. നമ്മൾ ഇപ്പം ദുരന്തമുണ്ടായി, ഇവിടെ പ്രളയമുണ്ടായി, പിന്നെ പല സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായി. അപ്പം മത്സ്യത്തൊഴിലാളികളായിരുന്നു ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്നതും. അവരെ എല്ലാ കാര്യത്തിലും എല്ലാ രക്ഷാപ്രവർത്തനങ്ങൾക്കും അവരായിരുന്നു മുന്നിട്ട് നിന്നത്. അപ്പോൾ അവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ തടികളാകട്ടെ എന്തെങ്കിലുമൊക്കെ വരുന്നത് അത് നമ്മൾ ശേഖരിച്ച് സർക്കാരിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഒരിക്കലും അന്യയുടെ മുതൽ ആഗ്രഹിക്കരുതെന്നല്ലേ പറയുന്നത്. ഒരു അപകടം ഉണ്ടായത് നമ്മുടെ കേരളത്തിലായിപ്പോയി. അത് നമുക്കൊരു തീരാ ദുഃഖം തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സാധാരണഗതിയിൽ ഇന്നുവരെയ്ക്കും നമുക്ക് ഇത്രയും ഒരു വലിയൊരു അപകടം നമ്മൾ കണ്ടിട്ടില്ല. എങ്കിൽ പോലും നമ്മുടെ സ്ക്വാഡുകളെല്ലാം അത് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചത് കാരണമാണ് ആ 25 ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയത്. അപ്പം നമ്മൾ ചാനലിരുന്നുണ്ട്, മറ്റുള്ളവരെല്ലാം പറയുന്നുണ്ട് അത് അവർ മനഃപൂർവ്വം മുക്കിയതായിരിക്കും, ഇൻഷുറൻസ് തട്ടിയെടുക്കാനായിരിക്കും എന്നൊക്കെ. അതൊന്നുമല്ല. അതായത് അന്നത്തെ ദിവസം ഇത് അപകടത്തിൽ പെടുന്ന സമയത്ത് നല്ല കാറ്റും മഴയുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് നോക്കിക്കുക, കൊച്ചി വഴി വരുന്നവർക്കറിയാം അതിൻ്റെ കാറ്റും മഴയൊക്കെ. അതായത് ഇന്നലെ ഞാൻ കൊച്ചിയിൽ കൂടെ ഇങ്ങോട്ട് വന്ന സമയത്ത് എന്തോരം കാറ്റും മഴയായിരുന്നു എന്നറിയാം. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് നമുക്കത് കാണാൻ പോലും പറ്റത്തില്ല.
അത്ര മേലിൽ ശക്തിയായിട്ടുള്ള മഴയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ കാലവർഷം ഇങ്ങനെയായിപ്പോയി. അത് നമ്മുടെ ആരുടെയും തെറ്റല്ലല്ലോ. അത് ഒരു സർക്കാരിനെ പഴിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴിച്ചിട്ടോ കാര്യമുണ്ടോ? അപ്പോൾ ഒരു അപകടം വന്നത് നമ്മുടെ കേരളത്തിലായിപ്പോയത് നമുക്ക് തീരാ ദുഃഖം തന്നെയാണ്. നമ്മുടെ ഭാഗത്താണ് വന്നിരിക്കുന്നത്. അപ്പം അത് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് നമ്മുടെ കേരളത്തിനെ നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് ചെല്ലുന്നത്. അപ്പം ഒരു കപ്പലപകടം ഈ കപ്പലപകടം മാത്രമല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. ഇതിലും വലിയ കപ്പലപകടം ഉണ്ടായിട്ടില്ലേ? ടൈറ്റാനിക് കപ്പൽ മറിഞ്ഞില്ലേ? അപ്പോൾ അത് മറ്റേ ഐസ് മലയിൽ ഇടിച്ചിട്ട് ചെന്ന് അതും അപകടത്തിൽപ്പെട്ട് അന്നത്തെ കാലത്ത് എന്തോരം സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പോലെ മീഡിയ ഇത്രയും അന്ന് വലുതായിരുന്നുവെങ്കിൽ ഇതിലും വലുതായിട്ട് വന്നേനെ. അപ്പം നമ്മൾ അതുകൊണ്ട് ഓർക്കണം. അപ്പം ഒരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ ആ സംഭവം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതുമാത്രമല്ല, ഈ നമ്മുടെ സ്ക്വാഡ് ചെല്ലുന്ന സമയം കപ്പൽ ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു സൈഡിലേക്ക് ഇത് ചരിയുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് തന്നെ ജീവനക്കാരെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, പലയിടത്തും മലേഷ്യൻ കപ്പൽ തകർന്നിട്ടുണ്ട്, മറ്റുള്ള കപ്പലുകളൊക്കെ തകർന്നിട്ടുണ്ട്. ഈ തകർന്ന സമയത്ത് അതിൻ്റെ ജീവനക്കാർ വരെ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്തായാലും നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ആർക്കും അങ്ങനെ ഒരു അപകടം ഉണ്ടായില്ല. അത് ദൈവകൃപയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ, നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ അത്രമാത്രമുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ തന്നെ കരിവാരി തേക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തായാലും ഒരു അപകടം ഉണ്ടായി, അത് അപകടം തീരെ നഷ്ടം തന്നെയാണ് രണ്ട് പാർട്ടിക്ക്. അതായത് ഇപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ കണ്ടെയ്നറിൽ വന്ന സാധനങ്ങളെല്ലാം ഓരോ വ്യക്തികളുടെ ആയിരിക്കും. ചിലപ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും ഈ സാധനം ഈ കപ്പലിൽ കയറ്റി വിട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വന്ന നഷ്ടങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാൽ അവരുടെ സങ്കടങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ തടി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോൺട്രാക്ടർ അവർ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നായിരിക്കാം സാധനം, കൊച്ചിയിൽ വല്ലതും ഇറക്കാനായിരിക്കാം. പക്ഷേ അത് എന്തോ ഒരു ഭാഗ്യവശാൽ അപകടത്തിൽ പെട്ടുപോയി അയാൾക്ക് വന്ന കോടികളുടെ നഷ്ടങ്ങളായിരിക്കും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ്